ഹായ് ഹലോ നമസ്കാരം. മല്ലു മലയാള കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെട്ടുകേക്കാണ്. ചായക്കടയിലും തട്ടുകടയിലൊക്കെ കിട്ടുന്ന വെട്ടുകേക്കിൻ്റെ അതേ രുചിയിലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 200 ml കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ അരിപ്പ എടുത്തിട്ട് ഇതുപോലെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തൊന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ മിക്സിങ് ആയി കിട്ടും. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ രീതി ചെയ്യാവുന്നതാണ്. ഓക്കെ, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇതുപോലെ സ്നാക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. കുറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് മാത്രം ചേർത്ത് ചെയ്യുന്ന ഒരു വെട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. മിക്സിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിലേക്ക് 2 കോഴിമുട്ട പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 4 ഏലക്കിൻ്റെ കുരുവാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നല്ലപോലെ ഒന്ന് അടിച്ചിട്ട് വരാം. ഇതുണ്ടോ, നല്ല പഞ്ചസാരയും മുട്ടയും ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച പൊടിയിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഈ കുഴച്ചിട്ട് ഒരുപാട് ലൂസ് ആവുകയാണെന്നുണ്ട് പറഞ്ഞാൽ കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ ഈ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന അതേ രീതിയിലാണ് ഞാനിപ്പോൾ ഇത് കുഴച്ചെടുക്കാൻ പോകുന്നത്. കണ്ടോ, ഇതാ നല്ലപോലെ കുഴച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ലെവല് ഓക്കെയാണ്. ഇത്രയുണ്ട്. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഏകദേശം 2 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിതൊരു കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് മാവ് ഈ കൗണ്ടർ ടോപ്പിലൊന്ന് വെച്ച് കൊടുക്കാം. ഇനി അത് 2ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെട്ടുകേക്കിൻ്റെ വലുപ്പത്തിനനുസരിച്ച് 2-3 കഷ്ണങ്ങളാക്കി എടുക്കാവുന്നതാണ്. ഞാൻ ഒരു 2ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനത് ഇട്ട് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ഷേപ്പിലൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. ഞാനിപ്പോൾ സാധാരണ രീതിയിലേക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ വലുപ്പമില്ലാത്ത രീതിയിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഉരുട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അധികം കട്ടിയോടെയല്ല ചെയ്യുന്നത്. ഇപ്പോൾ എണ്ണയിലിട്ട് നമുക്ക് വേവിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കുറച്ച് ചെറുതായിട്ടാക്കുന്നത്. ഓക്കെ, കട്ടിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 2 ഭാഗത്തൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വരഞ്ഞ് കൊടുക്കുന്നുണ്ട്. കേട്ടോ, ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ വെട്ട് കേക്കിൻ്റെ അതേ ഒരു ഇതിലാണ് വരുന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പൂവിൻ്റെ ഷേപ്പിൽ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അതിൻ്റെ ഏതാ രീതിയിൽ എന്ന് വെച്ചാൽ അതിനകത്ത് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എല്ലാം ഞാനിത് ഇതുപോലെ തന്നെ വെട്ട് കേക്കിന് ഇങ്ങനെ വരഞ്ഞു കൊടുത്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഓക്കെ, കാണുമ്പോൾ തന്നെ ഒരു എച്ചിൻ്റെ രൂപമുണ്ട്. ഓക്കെ, നമ്മളിതാ വരഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിൽ എടുത്തിരിക്കണം. അതിലേക്ക് ചൂടായ ശേഷം ഞാൻ നമ്മുടെ കേക്കുകൾ ഓരോന്നായിട്ട് ഞാനതിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊരു സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കൊന്ന് മറിച്ചിടാം. കണ്ടോ, ഇനി നമുക്കതൊന്ന് മറിച്ചിടാം. അധികം കരിഞ്ഞ പോലെ ഞാനൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. 2 വശവും നല്ല പോലെ വെന്ത ശേഷം നമുക്കൊന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള വെട്ടുകേക്ക് എല്ലാം നമുക്കിതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, തീയൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ വെട്ടുകേക്കിലെല്ലാം ഇതുപോലെ തന്നെ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. കുറച്ച് സമയം മാറ്റി വയ്ക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല വെട്ടുകേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. തട്ടുകടയിൽ അതേ രുചിയിലാണ് ഞാനത് ഉണ്ടാക്കിയിരിക്കുന്നത്. മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു അടിപൊളി ഐറ്റമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അതേ നാടൻ രീതിയിൽ ഞാനത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്ത് തന്നെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇതുപോലെ ഈസി റെസിപ്പികൾ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കരുത്. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.